എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്നാക്കാണ്. ഇപ്പൊ നോമ്പിന്റെ സമയമല്ലേ, അപ്പൊ ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. പൊട്ടറ്റോ ഫിംഗേഴ്സ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഫിംഗേഴ്സ് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലല്ല വേവിക്കണത്, ഈ ഒരു സോസ് പാനിൽ തന്നെയാണ്. ചില ഉരുളക്കിഴങ്ങ് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. ഈ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് വെന്തോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു കത്തി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇതിനി ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കാം നമുക്ക്. ഇത് ഒരുപാട് അങ്ങോട്ട് ചൂടാറുന്നതിന് മുമ്പ് തൊലി കളഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി പോവും. അല്ലാന്നുണ്ടെങ്കിൽ തൊലി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ടാണ് മാഷ് ചെയ്യണത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം കേട്ടോ. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതാണ്. അതിപ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വറുത്ത അരിപ്പൊടി ആയിരിക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും പ്രശ്നമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് മൈദ ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്, ഇത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് മുറിച്ചത്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. മല്ലിയില താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മല്ലിയില താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും, എനിക്കറിയാം. എനിക്കും ആദ്യം മല്ലിയിലൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേരളത്തിന് പുറത്തൊക്കെ പോയതിന് ശേഷമാണ് മല്ലിയിലൊക്കെ കഴിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ചില ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിയില ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ ചെറിയൊരു അളവിൽ ചേർക്കുക. ഒരുപാട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയിലും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ പുറത്തോട്ട് വരും. ഇപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടല്ല ഉദ്ദേശിക്കുന്നത്, ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. എല്ലാ ഭാഗത്തോട്ടും എത്തണം നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫിഷ് ഫിംഗേഴ്സൊക്കെ തയ്യാറാക്കിയെടുത്തില്ലേ, എൻ്റെ ഫിഷ് ഫിംഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെ ഷേപ്പ് ചെയ്യാമെന്ന്. ആദ്യം കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പോർഷൻ എടുക്കുക. ഞാനിതിപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് എടുക്കണത്. ചിലവർ നല്ല തിന്നായിട്ട്, അതായത് നമ്മുടെ ഫിംഗേഴ്സിൻ്റെയൊക്കെ ആ ഒരു വണ്ണത്തിൽ എടുക്കാറുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. തീരെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത കാരണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ ഞാൻ 2 എണ്ണം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ സൈസിലാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടിയും നന്നായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അളവ് വെച്ച് എനിക്കിപ്പോൾ ഇത്രയാണ് കിട്ടിയിരിക്കണത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്.
ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പൊട്ടറ്റോ ഫിംഗേഴ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ പിന്നെ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഓയിൽ ആവശ്യത്തിന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ പൊട്ടറ്റോ ഫിംഗേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടണില്ല. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരണം. ആ ഒരു രീതിയിൽ ഓയിൽ ചൂടായിട്ടുണ്ടാവണം. ഇപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കിയാൽ മതി. ഞാനിതിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചതിന് ശേഷം മുക്കി പൊരിച്ചെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും. ഇത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഫ്രൈ ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക് തന്നെയല്ലേ. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വരട്ടെ. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ എണ്ണയുടെ ചൂടൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓയിൽ തീരെ അബ്സോർബ് ചെയ്യില്ല കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് കോരി മാറ്റുകയാണ്. ഇതിന് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പതുക്കെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. പതുക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലോട്ട് എണ്ണ തെറിക്കാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും കോരി മാറ്റാം. കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. ഇത് ശരിക്കും ചൂടോടുകൂടി കഴിക്കാൻ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ്? ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി തന്നെയാണ്. ചെറുതായിട്ടൊന്ന് തണക്കട്ടെ. അതിനുശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കാണാം. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.